നമസ്കാരം. കാലം അതെപ്പോഴും ഒരേ രേഖയിലല്ല അതിൻ്റെ സഞ്ചാരം നടത്തുന്നത്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം, ഗ്രഹങ്ങളുടെ ഭാവമാറ്റം, ഇതിനൊക്കെയും അനുസൃതമായിട്ട് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ദൃശ്യമാകാറുണ്ട്. ഇവിടെ നമ്മൾ ജൂൺ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ആകാശമണ്ഡലത്തിൽ അതീവ പ്രാധാന്യമുള്ള ചില ഗ്രഹസ്ഥിതികളാണ് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇരട്ട രാജയോഗ സമാനമായ ഗുണാനുഭവങ്ങളായിരിക്കും ജ്യോതിഷപ്രകാരം ഈ ജൂൺ മാസത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ കേവലം ഇത് മറ്റുള്ള മാസങ്ങളെ പോലെ തന്നെ ഒരു മാസമല്ല എന്നത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ ജൂൺ മാസം വളരെ വളർച്ചയുടെയും നേട്ടത്തിൻ്റെയും ചില പുതിയതായ നിങ്ങളുടെ ജീവിതത്തിന് ഗുണം നൽകുന്നതായ തീരുമാനങ്ങൾ വരെ എടുക്കേണ്ടതായ ഒരു സമയം കൂടിയാണ്. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൂടി പറയുകയാണ്. എത്ര വലിയ രാജയോഗം ജാതകത്തിലുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരാധീനവും കർമ്മശുദ്ധിയും ഇല്ലെങ്കിൽ അത് ഏത് വലിയവനായാലും അനുഭവയോഗ്യമായി വരികയില്ല. രാജയോഗം വരുന്നു അല്ലെങ്കിൽ ഗ്രഹമാറ്റം നടക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിൽ പ്രപഞ്ചശക്തിയുടെ സകല ചരാചരത്തിൻ്റെയും നാഥനായ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നമുക്ക് വേണ്ടുന്ന, അതായത് ഇനി പറയുന്ന 9 നക്ഷത്രക്കാർക്ക് വേണ്ടുന്നതായ ഒരു സമയമാണ്. അതിനായി ശിവശക്തി ഭജനമാണ് ആവശ്യം. ശിവഭഗവാനെ മാത്രം ഭജിച്ചാൽ പോരാ, പാർവതി മാതാവിനെ കൂടി ഭജിക്കണം. അപ്പോൾ ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസമാകട്ടെ, അതല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ചയാകട്ടെ, ഇനി പറയാൻ പോകുന്നതായ 9 നക്ഷത്രക്കാരും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഒരു പിൻവിളക്ക് തെളിയിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകൾ, അതായത് വിഷമങ്ങൾ, സന്തോഷങ്ങൾ, നിങ്ങൾക്ക് ഈയിടെയായി ഉണ്ടായ സന്തോഷങ്ങൾ, മാറ്റങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെയും പറഞ്ഞ് ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ആ നക്ഷത്രക്കാരിലേക്ക് കൂടി കടക്കാം. ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് മാത്രമെന്നല്ല, ഒരാൾക്ക് മാത്രമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു കൂട്ടം നക്ഷത്രക്കാർക്ക് മാത്രമായിട്ടോ ഉള്ളതല്ലല്ലോ ദൈവം. അപ്പോൾ നക്ഷത്രക്കാർക്കെന്ന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. തിങ്കളാഴ്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം. അപ്പോൾ ഇനി ആ നക്ഷത്രക്കാരെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരുടെ കാര്യം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് മൂലം നക്ഷത്രക്കാർക്ക്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് വീടുണ്ട്, വണ്ടിയുണ്ട്, ധനമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് തോന്നിയാലും മനസ്സിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമത്തിൻ്റെ ആഴം എത്രത്തോളമാണെന്ന്. അത് മക്കളെക്കുറിച്ച് ഓർത്തായിരിക്കും, അതല്ലെങ്കിൽ മറ്റു കുടുംബത്തിൽ ഉണ്ടാകുന്നതായ അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ടുള്ള ഒരുപാട് മാനസികമായ ഒരു തളർച്ചയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം. അതായത് നിങ്ങൾ ചെയ്തതായ കർമ്മങ്ങളിൽ നിന്നൊന്നും അർഹിച്ചതായ ഫലം കിട്ടിയിട്ടില്ല. സ്നേഹിച്ചവരിൽ നിന്ന് പോലും നിരാശ പോലെയുള്ള കാര്യങ്ങളാണ് വന്നു ചേർന്നത്. സ്നേഹം പോലും തിരിച്ചു കിട്ടാത്തതായ അവസ്ഥ. എന്നാൽ ആരോടെങ്കിലും മനപ്രയാസം പങ്കുവയ്ക്കാമെന്ന് വെച്ചാൽ അതിനും സാധിക്കുന്നില്ല. അത് ഒരു ചെവി അറിഞ്ഞാൽ പിന്നെ അത് 10 ചെവി എത്തുന്ന കാലം കൂടിയാണ്. അതുകൊണ്ട് ആരോടും പറയാൻ പറ്റാത്ത ഒരു നിരാശ ബാധിച്ചതായൊരു സമയം ആയിരുന്നു. എന്നാൽ ഈ ജൂൺ 1 മുതൽ ഇങ്ങോട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ, അതായത് ഒരിക്കലും മാറില്ല എന്ന് കരുതിയിരുന്ന മാനസിക വിഷമങ്ങൾക്ക് ചെറിയ തോതിലുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഒരു ആത്മവിശ്വാസ വർധനവ്, എല്ലാം ശരിയാകും എന്നൊരു തോന്നൽ, ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ മാസം കൂടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പരിഹാരം ഇത് തന്നെയാണ്. ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് ഉള്ളു തുറന്നങ്ങോട്ട് സംസാരിക്കുക, വിഷമങ്ങളൊക്കെ പറയുക. ക്ഷേത്രത്തിൽ പോയി നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് നമ്മുടെ വിഷമങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് വന്ന് പൂജാമുറിയിലിരുന്ന് പറഞ്ഞാലും മതി നിങ്ങളുടെ വിഷമങ്ങൾ, ഓരോ കാര്യം. നമ്മൾ 10 പേരോട് പറയുന്നതിനേക്കാൾ നല്ലത് ദൈവത്തോട് പറയും. ദൈവത്തിനെ ആവുമ്പം അതിന് വേണ്ടുന്ന മാർഗ്ഗങ്ങൾ നമ്മുടെ മനസ്സിന് ശാന്തതയായിട്ടൊക്കെ പകർന്നു തരാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ജൂൺ മാസം നിങ്ങൾക്ക് വളരെ നേട്ടം, നിങ്ങളുടെ മുൻകാലങ്ങളിൽ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾക്ക് ഒരു മാറ്റവും
ശമനവും തീർച്ചയായും വന്നു ചേരുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഈ ഭരണി നക്ഷത്രക്കാരുടെ പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ശത്രുദോഷം ഇപ്പം കൂടുതലായിട്ടൊക്കെ ഉള്ള സമയം. ശത്രുദോഷം എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും പോയി നിങ്ങൾക്കായി ചെയ്യുന്നു എന്നല്ല, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞൊപ്പിച്ച് അപവാദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു നിലയിലേക്ക്, അതായത് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യം പോലും നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതായ ഒരവസ്ഥ. എന്നാൽ ഈ ജൂൺ മാസം മുതൽ പാലും വെള്ളവും തമ്മിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങളിലെ സത്യസന്ധതയെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായ ഒരു സമയമാണ്. സാമ്പത്തികമായി വലിയൊരു കടബാധ്യതയിലൊക്കെ പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകും. ഇനി ഏതെങ്കിലും മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കാനായി നിൽക്കുന്ന കുട്ടികളാണ് ഈ ജൂൺ മാസത്തിലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അനുകൂലമായ സമയം കൂടിയാണ്. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുൻപ് ഒരു പേന കൊണ്ടുപോയി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച്, ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ പൂജാരിയുടെ കൈ, തിരുമേനിയുടെ കൈ പക്കൽ കൊടുത്ത് പൂജിച്ചതിന് ശേഷം അതുമായി പോയി എഴുതുക. നല്ല സമയമാണ്. എഴുതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഗുണമായി വിജയമായി മാറുന്നതാണ്. ഇനി മൂന്നാമത്തെ നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്കും കഠിനമായൊരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് ആശ്വാസകരമായ ഒരു മാസമായിരിക്കും ഇത്. ബന്ധുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ മുഖേനയോ ചില വിഷമങ്ങൾ ഈയിടെയായിട്ടുണ്ടായിട്ടുണ്ട്. ബന്ധുക്കൾ പോലും അകന്നു കഴിയുന്നതായ അവസ്ഥ, അല്ലെങ്കിൽ അവരെ സഹായിച്ചു നിങ്ങൾ അവരുടെ സന്ധികളിൽ, പക്ഷെ തിരിച്ചത് കിട്ടിയില്ല എന്നോർത്തുള്ള വിഷമങ്ങൾ, അങ്ങനെയുള്ള പലവിധ മനസ്താപങ്ങളിലൂടെ കടന്നു വന്നവർക്ക് അതെല്ലാം മാറുന്ന ഒരു സമയം കൂടിയാണ്. അതിജീവനം എന്ന് പറയുന്നത് എല്ലാ പ്രയാസങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നതായ ഒരു സമയം, ഒരു മാസമാണ് പൂയം നക്ഷത്രക്കാർക്കും. അപ്പോൾ നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്താൻ മറക്കാതിരിക്കുക. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് കുടുംബ ജീവിതത്തിൽ ഒരു താളം ഇല്ലാത്തൊരവസ്ഥ, അതായത് ആകെ താളം തെറ്റിക്കിടുന്നതായ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ മാറുന്നതാണ്. മക്കളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം കാലതാമസം നേരിട്ട മാതാപിതാക്കളാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ തന്നെ നല്ലൊരു ആലോചനയൊക്കെ വന്നു ചേരാനുള്ള സമയം, ഭാഗ്യം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. തടസ്സപ്പെട്ട് കിടന്ന വീട് പണി, അതല്ലെങ്കിൽ കുടുംബവുമായി ഒന്നിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയോ സഫലമാകുന്നതായ ഒരു സമയമാണ്. നിത്യവും ഓം നമ ശിവായ ജപിക്കാൻ മറക്കരുത്. അതൊരു 108 ഉരു വൈകുന്നേരം വിളക്ക് തെളിയിച്ച് വിളക്കിന് മുന്നിൽ നാമം ജപിക്കുമ്പോൾ 108 ഉരു ഓം നമ ശിവായ കൂടി ജപിക്കാൻ, അതിനോടൊപ്പം ജപിക്കാൻ ശ്രമിക്കുക. ചിത്തിര നക്ഷത്രക്കാർക്കും ഈ ജൂൺ മാസം വളരെയേറെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റേതുമാണ്. ഇനി അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി ഒരു ഉയർച്ച, സമൃദ്ധി ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും. പണയത്തിലിരുന്ന ഉരുപ്പടി പോലും വീണ്ടെടുക്കാനൊക്കെ സാധിക്കുന്നതായ ഒരു സമയമാണ്. അത് പണയം ഇന്നലെ ഇരുന്നതൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നതാകും. ചിലപ്പോൾ അത് നഷ്ടമാകും എന്ന അവസ്ഥയിൽ പോലും ഇരുന്നതാകാം. ഏതായാലും അത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനൊക്കെ സാധിക്കുന്നതാണ്. കർമ്മമേഖല, നിങ്ങളുടെ ഔദ്യോഗിക രംഗത്തൊക്കെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം വളരെയേറെ ഒരുപാട് നാളുകൾ കൊണ്ട് കാത്തിരുന്നതായ ഒരു അത്ഭുത മാറ്റമൊക്കെ വന്നു ചേരുന്ന സമയം. സാമ്പത്തികമായി അല്പം ഭദ്രതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്താനും ഒരു ജലധാര, പേരും നക്ഷത്രവും പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ പേരിൽ ഒരു ജലധാര കൂടി നടത്തുന്നതും ഏറ്റവും അധികം ഉത്തമമായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിത ബന്ധത്തിൽ, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അകന്ന് കഴിയുന്നവർ വരെ ഉണ്ടാകും. ആ അകൽച്ചയൊക്കെ മാറി വീണ്ടും നിങ്ങൾക്ക് സന്തോഷത്തോടൊക്കെ പോകാൻ കഴിയുന്നതായ ഒരു സമയമാണ്. ദീർഘകാലമായി മനസ്സിൽ നടന്നിരുന്നതായ ചില സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ വളരെയധികം ശുഭകരമായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അടുത്ത് കൃഷ്ണക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ കൂടി നിങ്ങൾ തീർച്ചയായും രോഹിണി നക്ഷത്രക്കാർ കൃഷ്ണപ്രീതി, ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അനുഗ്രഹം ഉണ്ട് എങ്കിലും ആ അനുഗ്രഹത്തെ വീണ്ടും നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃഷ്ണക്ഷേത്ര ദർശനവും നടത്തി അവിടെ ഒരു പാൽപ്പായസ വഴിപാട് അല്ലെങ്കിൽ ഒരു തുളസിമാലയൊക്കെ ഭഗവാൻ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ചാർത്തുന്നത് ഒരു പതിവാക്കി അങ്ങ് വെക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ മാസവും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രം ദർശനം നടത്തി അവിടെ ഒരു തുളസിമാല നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കിട്ടിയ ഒരു തുളസിമാല ചാർത്തുന്നത്, അതങ്ങനെ മുടങ്ങാതെ എല്ലാ മാസവും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ നക്ഷത്രം വരുന്ന സമയത്ത് ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ഭഗവാൻ കൃഷ്ണനെയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം
ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരുവിധ അല്ലലുകളും വന്നു ചേരുകയില്ല. ഭഗവാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക. ഈ ജൂൺ ജൂലൈ മാസങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ്. അടുത്തത് പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്കും ജൂൺ മാസത്തിൽ ഗ്രഹങ്ങളൊക്കെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദമ്പതികൾക്കിടയിൽ, അതായത് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളും കൃഷ്ണക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഭഗവാന് തൃക്കൈവണ്ണ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മക്കളുടെ ഉന്നതി, മക്കളുടെ വളർച്ച അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. മനസ്സിന് വലിയൊരു സമാധാനവും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റും വലയം ചെയ്യുന്നതായും നിങ്ങൾക്ക് തോന്നുന്ന, എന്തെടുത്താലും നിങ്ങൾക്കത് ഭാഗ്യമായി മാറുന്ന ഏത് കാര്യം പ്രത്യേകിച്ച് പറയാനില്ല, നല്ല ഒരു സമയം തന്നെയാണ്. എന്ത് ചെയ്താലും അത് വിജയമായി മാറുന്ന സമയമാണ്. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും, രാവിലെ ഒരു യാത്ര പുറപ്പെടാൻ ഇറങ്ങിയാൽ പോലും നമ്മൾ വിജയം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ ഒരു ജോലിക്ക് പോകുന്ന ആൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എല്ലാ ബുക്കും എടുത്ത് ബാഗിലോട്ട് വെക്കും. അവർ കൊണ്ടുപോകേണ്ട ടിഫിനും ലഞ്ചും എല്ലാം എടുത്ത് വെച്ച് വണ്ടിയിൽ കയറി പോവുകയാണ്. പക്ഷേ അവിടെ നമ്മളൊന്നും മറക്കുന്നുണ്ട്. ഗൃഹത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ പൂജാമുറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അവിടേക്ക് കയറി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ഒരു കളഭം എടുത്ത് നെറ്റിയിൽ അണിഞ്ഞിട്ട് നിങ്ങളൊന്ന് പോയി നോക്കിയാട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ തലയിലിരിക്കുന്നതാണ്. നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വിഷമം ഉണ്ടാവുകയില്ല. ജോലിക്ക് പോകുന്നവരാകട്ടെ, ഏത് കാര്യത്തിന്, ഇനി ഒരു കല്യാണത്തിന് പോകുക അന്ന് തന്നെ വെച്ചോളൂ. ഗൃഹത്തിൽ ആ പൂജാമുറിയിലോട്ട് കയറി ഭഗവാനോടൊരു യാത്രയൊക്കെ പറഞ്ഞ് ഇപ്പോൾ വരാം, ഞാൻ ഒരു കല്യാണത്തിന് പോവുക എന്നൊക്കെ പറഞ്ഞ് അല്പം ഭസ്മവും നെറ്റിയിൽ അണിഞ്ഞിട്ടൊന്ന് പോയി നോക്കിയാട്ടെ. ആ ദിവസം നമുക്ക് ശുഭകരമായൊരു പോസിറ്റീവ് ഓറ, അതായത് ഒരു പോസിറ്റീവ് വലയം നമുക്കൊപ്പം ഉണ്ടായതായി നമുക്ക് അനുഭവപ്പെടും. ഇതുവരെ എങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാനൊക്കെ ശ്രമിക്കുക. വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്കും സങ്കടങ്ങളും കണ്ണീരും ഒക്കെ മാറുന്നതായ ഒരു സമയമാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അത് പഠനവുമായി ബന്ധപ്പെട്ടതാകാം, ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, അതല്ലെങ്കിൽ ഭർത്താവ് വിദേശത്താകാം, അല്ലെങ്കിൽ ഭാര്യ വിദേശത്താകാം, അവരുടെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതാകാം. ഏതോ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ എന്താ തടസ്സവും നോക്കി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു തടസ്സം കാരണം പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ച് കഴിഞ്ഞ ആളുകൾക്ക് തീർച്ചയായും ഈ ജൂൺ മാസത്തിൽ ശുഭകരമായ അറിയിപ്പ് വന്നു ചേരുന്നതാണ്. ഒരു വീടോ അല്ലെങ്കിൽ വാഹനമോ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ജൂൺ മാസം ഗുണകരമായ ചില ധനസഹായങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഇനി അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ദേഷ്യം അല്പം ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമം തന്നെയാണ്. കാർത്തിക തീയാണ്. അപ്പോൾ ഇപ്പം ദേഷ്യം മുൻപന്തിയിൽ വന്ന് നിൽക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. നിങ്ങൾക്ക് ഒരു ഇരട്ട രാജയോഗ സമയം തന്നെയാണ് ഈ ജൂൺ മാസം. തൊഴിൽ രംഗത്തൊക്കെ ഒരു വലിയ അംഗീകാരം, സ്ഥാനക്കയറ്റമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പിന്നെ പൂർവിക സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള, ചിലപ്പോൾ കേസോ തർക്കത്തിലോ ഇരുന്നതാണെങ്കിലും തർക്കങ്ങളൊക്കെ മാറി ശുഭമായി നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുമെന്ന വാർത്ത വരെ ശ്രവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. ക്ഷേത്ര ദർശനങ്ങൾ എന്തെങ്കിലും നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിങ്ങനെ മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നവരാണെങ്കിലും ഈ ജൂൺ മാസം അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ചുരുക്കത്തിൽ പറഞ്ഞു തൊടുന്നതൊക്കെ പൊന്നാകുന്നതായ ഒരു സമയം തന്നെയായിരിക്കും ഈ ജൂൺ മാസം. അപ്പോൾ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ മടിപിടിച്ചിരുന്ന് ആ കിട്ടുന്നതായ ആനുകൂല്യത്തെ, ആ ഭാഗ്യത്തെ ഇല്ലാതെയാക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഒന്ന് കേൾക്കുക, മനസ്സിലാക്കുക. പറഞ്ഞതുപോലെയുള്ള ചെറിയ പരിഹാരങ്ങളാണ് പറഞ്ഞു തന്നത്. അതൊക്കെ ഒന്ന് പാലിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. ആഗ്രഹിച്ചതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മംഗളമായി നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ശുഭമാസം തന്നെയാണ് ഈ ജൂൺ മാസം. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.